ഒന്നും പറയാനില്ല, മാരക പടവും. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. നമുക്കിടെ ഒന്നും പറയാനില്ല, നമ്മൾ പറയുന്ന ആളല്ല. രക്ഷയില്ല, തിയേറ്റർ പുലികൾ. എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്തു, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കൂടുതലൊന്നും ചോദിക്കല്ലേ. രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. മമ്മൂക്കയാണെങ്കിലും അർജുന അശോകനാണെങ്കിലും അതെ. പടം കൊള്ളാം, ഗംഭീരം. എങ്ങനെയുണ്ട് മമ്മൂക്ക? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, രാക്ഷസ നടനം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഗംഭീരം, ഞെട്ടിച്ചു. ഫാനാണ്. കംപ്ലീറ്റ് ഹൊററാണോ? എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം. എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്തു, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കൂടുതലൊന്നും ചോദിക്കല്ലേ. കേട്ടിട്ട് പേടി തോന്നിയാ? ഞാൻ ഓൾറെഡി മമ്മൂക്കയുടെ എല്ലാ മൊമെന്റ്സും എൻജോയ് ചെയ്ത സിനിമ, അതായത് ഭയങ്കര ഫാനാണ്. ഒന്നുകൂടെ പടം കാണുമോ? ഒന്നുകൂടെ ഫാമിലി ആയിട്ട് വന്നിട്ട് പടം കാണും. വൈഫിനെയും അമ്മേനെയും കൊണ്ടുവന്ന് പടം കൂടി കാണുന്നതാണ്. പിള്ളേരൊക്കെ കണ്ടാ പേടിക്കൂ? പേടിക്കണം. ചേട്ടനെ കണ്ടിട്ട് പേടി തോന്നിയാ? നമ്മളിങ്ങനെ വണ്ടടിച്ചിരിക്കണായിരുന്നല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇപ്പിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ കഥ പറയാൻ ഏറ്റവും നല്ലതെന്ന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നി. കാരണം ഹൊറർ മൂഡാണല്ലോ, അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞ കുറച്ചും കൂടി പണ്ട് കണ്ടിരിക്കുന്ന യക്ഷിക്കഥകൾ, പ്രേതക്കഥകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും തോന്നി. അതാ എക്സ്പെക്ടേഷൻ നന്നായി. തിയേറ്ററിൽ കണ്ടിട്ട് എക്സ്പീരിയൻസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ച് സ്ലോ ആണ് മൂവി, ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ നല്ല രസം എടുത്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ചിരിയും ഒക്കെ തിയേറ്ററിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഭയങ്കര ക്ലാസ് ആയിട്ട് പെർഫോം ചെയ്തു. ഇഷ്ടമായോ? അഭിനയൊക്കെ കണ്ടു ഒരു അവാർഡുകളൊക്കെ പ്രതീക്ഷിക്കാം. രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. മമ്മൂക്കയാണെങ്കിലും അർജുന അശോകനാണെങ്കിലും അതെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുദ്ധിമുട്ടായിരുന്നു. ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് തോന്നുന്നത് കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ബ്ലാക്ക് ആൻഡ് വൈറ്റിലായതുകൊണ്ടാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. ഒന്നും പറയാനില്ല, മാരക പടവും. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. നമുക്കിടെ ഒന്നും പറയാനില്ല, നമ്മൾ പറയുന്ന ആളല്ല. രക്ഷയില്ല, തിയേറ്റർ പുലികൾ. ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ബീറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അവരുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുനായാലും സിദ്ധാർത്ഥാണെങ്കിലും നന്നായിട്ട്. പിന്നെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് അറിയാലോ. അപ്പോൾ അടിപൊളി പടമാണ്. തിയേറ്റർ ഫസ്റ്റ് വാച്ചാണ്. ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചെയ്തേക്കുന്നത് 70 ആ ഒരു സമയത്തുള്ളൊരു പടമാണ്. ഹൊറർ ഒരു ജോണറാണ്. പിന്നെ എന്താ പറയാ, മേക്കിംഗ് വൈസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ, എഡിറ്റിംഗ്, ഭയങ്കര സെറ്റ് വർക്കൊക്കെ ഉള്ളൊരു പടമാണ്. ഭയങ്കരമായിട്ട് സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഫാൻ അല്ല, പക്ഷെ നല്ല സിനിമകൾ കാണും. നമുക്കൊരു ഇഷ്ടമാണ്. ഞാൻ നല്ലൊരു ഫാനാണ്, പക്ഷെ നല്ല കണ്ടോ നമ്മൾ നല്ലത്. നമ്മുടെ പടമൊക്കെ ഞാൻ ഫസ്റ്റ് വർഷം കാണാറുണ്ട്, വന്ന് കാണാറുണ്ട്. അത് എന്താണെന്നൊരു പിടുത്തില്ല. മനുഷ്യർക്ക് ഭയങ്കര സെലക്റ്റീവായിട്ട് പല പടങ്ങളും ചെയ്യുന്നുണ്ട്. ഭയങ്കര നമുക്ക് ഓരോ പടവും ലാസ്റ്റ് നമ്മള് കണ്ടു സ്കൂൾ കണ്ടു ഭയങ്കര പോകുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ പടം വരുന്നു, വെയിറ്റിംഗ് ആയിരുന്നു. ആ കാതല് കണ്ടു, അതൊക്കെ ഫസ്റ്റ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഒന്ന് കാണുന്നത് എത്താൻ പറ്റുമെന്ന് വിചാരിച്ചല്ലോ, പക്ഷെ എത്തി. ഫസ്റ്റ് കാണാൻ പറ്റി. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഹൗസ്ഫുൾ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് ആ ഒരു നമുക്കടെയും ആ ഒരു ഇൻട്രോ ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. പിന്നെ എന്നൊരു പക്ഷെ നല്ല പടം ആൾക്കാർ നിറയെ സ്വീകരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്നത്